ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലെംസി വ്ലോഗ്. ക്ലെംസി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഓണാക്കി വെക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇടുന്ന ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഈ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കൂന്തൽ റോസ്റ്റ് അഥവാ കണവ റോസ്റ്റ്. കുറച്ച് കൂന്തൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് എടുക്കുന്ന ടൈമിൽ ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം ക്ലീനാക്കി എടുക്കാൻ പറ്റും ഈ കൂന്തൽ. ഇതുപോലെ ക്ലീനാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കൂന്തൽ. ഞാൻ ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, 3 പച്ചമുളക്, കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് വെച്ച് കൊടുത്തു. ചൂടായപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് വലിയ ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഈ ടൈമിൽ നല്ലൊരു സ്മെല്ല് വരും. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടിയതിന് ശേഷം ഇതാ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ ടൈമിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഉള്ളി ഒന്ന് വാടി വന്നാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി, 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ വേഗം ഇത് വാടി കിട്ടും. മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്തു. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വലിയ ജീരകം ഇടുന്ന ടൈമിൽ ഗ്രാമ്പൂ, പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം കൂന്തൽ ഇട്ട് കൊടുത്തിട്ട് കൂന്തൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ടൈമിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ടൈമിൽ. ഞാൻ പക്ഷേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് കൂന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. കൂന്തൽ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഞാൻ ഒട്ടും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഇത് വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. ഈ ഉള്ളി, തക്കാളി, കൂന്തലിൻ്റെയൊക്കെ ഉള്ളിൽ തന്നെ വെള്ളം വെള്ളം മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ റോസ്റ്റ് ചോറ്, ചപ്പാത്തി, പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ റോസ്റ്റാണിത്. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. സ്പൂണ് വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ അല്പം വെള്ളം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള
കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ്. ഗോതമ്പ് പായസം, സാമ്പാർ, ചിക്കൻ മന്തി, ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം. അതാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രചോദനം. താങ്ക്